പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കളങ്കാവൽ എന്ന ചിത്രം 100 കോടി തികച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. പലരും എനിക്ക് കമൻ്റായിട്ട് ഇടുമായിരുന്നു, എത്ര ആയി ചേട്ടാ എന്ന് പറഞ്ഞു. ഏകദേശം 80 കോടി പിന്നിട്ട് വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതായാലും മമ്മൂട്ടിയുടെ ചില ഫാൻ പേജുകളൊക്കെ 100 കോടി ആഘോഷങ്ങളും കേക്ക് മുറിയൊക്കെ കഴിഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ചില യൂട്യൂബ് ചാനലുകളും 100 ഇരുന്ന് കണ്ടു. ഏതായാലും ഇന്നുകൊണ്ടാണ് 80 കോടി കടന്നതായിട്ടുള്ള വാർത്ത വരുന്നത്. ഫ്രൈഡേ മാറ്റുന്നതിനെയാണ് ആ കാര്യം പുറത്തു വിട്ടത്. അതപ്പം ടെൻഷൻ്റെ തള്ളലിൻ്റെ ഒന്നും കാര്യമില്ല, 80 കോടി പിന്നിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് 14 ലക്ഷം മാത്രമേ പാർക്കിംഗ് കളക്ഷൻ കാണിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് 20 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ കളക്ഷൻ ഏകദേശം 50 ലക്ഷത്തിന് താഴെ നിൽക്കാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ കേരളത്തിലെ കളക്ഷൻ ഇന്നലെ കൊണ്ട് 35 കോടി 28 ലക്ഷം നേടിയ ചിത്രം 35 കോടി 50 ലക്ഷത്തിലേക്ക് എത്താൻ ഉള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. അങ്ങനെ 80 കോടി പിന്നിടുന്നു, 35 കോടി 50 ലക്ഷം കേരള കളക്ഷൻ എത്തുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് കേരളത്തിൽ നിന്ന് ഒരു മമ്മൂട്ടി ചിത്രം 50 കോടി കടക്കുമോ, വേൾഡ് വൈഡായിട്ട് 100 കോടി കടക്കുമോ എന്നൊക്കെയാണ് എല്ലാവരും നോക്കിയിരുന്നത്. അതേതായാലും കടക്കത്തില്ല എന്ന് നേരത്തെ തന്നെ നമ്മൾ തീരുമാനമായിരുന്നു. എന്നാലും പലരും കമൻ്റ് ഇട്ട് നീ പറയുന്നത് കള്ളമാണ്, 100 കോടി കടക്കുമെന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. ഏതായാലും അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 80 കോടി മാത്രമേ കളങ്കാവൽ കടന്നിട്ടുള്ളൂ. ഇനിയൊരു പക്ഷേ പുതിയ ചിത്രങ്ങൾ 25-ാം തീയതി റിലീഫായി കഴിയുമ്പം കളങ്കാവലിൻ്റെ ക്യാഷ് ഔട്ട് ആവുന്നുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇച്ചിരി കളക്ഷൻ നേടിയത് പ്രതീക്ഷിച്ച പോലെ ബബ്ബ എന്ന ചിത്രം പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ല. അത് കളങ്കാവലിന് ഗുണമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഒരു മികച്ച മുന്നേറ്റം നടത്താൻ 80 കോടിക്ക് 70 കോടി കഴിഞ്ഞതിന് ശേഷം ഒരു മികച്ച മുന്നേറ്റം നടത്താൻ ഈ ചിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഇത് 100 കോടി കടക്കാതെ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഏതായാലും മമ്മൂട്ടി ചിത്രം ഒരു 100 കോടി കടക്കാൻ വേണ്ടി ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും 2026 അത് തന്നെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം.